ബീഫ് ഇടിമുളക് ഫ്രൈ. പേര് പോലെ തന്നെ ഇടിമുളക് ഇട്ടുണ്ടാക്കുന്ന ഫ്രൈ ആണ്. പൊള്ളിയായിരിക്കും. ടച്ചിങ്സിനൊക്കെയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഡിഷ് ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട്, ഇതും അതുപോലൊരു സാധനമാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡ്രൈ ഫ്രൈ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് കാര്യം ചേട്ടനോട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോക്കറ്റിൽ നിന്ന് ഡിഷ് 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 എന്ന് പറഞ്ഞെടുത്ത് കാശ് നോക്കൂല. മെനക്കേടേ ഇല്ലാത്ത ഒരു മെനക്കേടൽ. ഹായ്, മഞ്ജുസ് കിച്ചൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അല്ലെങ്കിൽ പോത്ത് ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ കുറേ സാധനങ്ങൾ നമ്മളതിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് കുറച്ച് ഇതൊക്കെ ചെയ്യാൻ, അതായത് ഈ പൊടി ഇതൊക്കെ എടുക്കാൻ ഇച്ചിരി പ്രയാസമുള്ള അല്ലെങ്കിൽ മടിയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബീഫ് ഫ്രൈ ആണ്. സൂപ്പറായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മേശപ്പുറം കണ്ടാലറിയാം. 5-6 സാധനങ്ങളേ ഉള്ളൂ. 5-6 സാധനങ്ങളും മസ്റ്റൊന്നുമല്ല, ഞാൻ പിന്നെ ഒരു വഴിക്ക് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ബീഫ് ഇടിമുളക് ഫ്രൈ. പേര് പോലെ തന്നെ ഇടിമുളക് ഇട്ടുണ്ടാക്കുന്ന ഫ്രൈ ആണ്. പൊള്ളിയായിരിക്കും. അപ്പം ഞാൻ ആദ്യമേ തന്നെ കുക്കർ അങ്ങ് കത്തിക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഫിനെ എടുത്തിടാം. അപ്പോൾ ബീഫ് ഇട്ടു. ഇനി ഇതിലേക്ക് വേറെ ഒന്നുമില്ല, കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് ഞാൻ പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് ബീഫ്. ഉപ്പ് മാത്രമേ ഉള്ളൂ, മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല കേട്ടോ, ഒരു പൊടിയുമില്ല. ഉപ്പ് മാത്രം. ഉപ്പ് ഒരു ലേശം, എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി. അപ്പോൾ ബീഫൊന്ന് വേകട്ടെ. ഉപ്പൊന്നും ഞാൻ നോക്കണില്ല, ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അന്നേരം നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഉണ്ടാക്കാം. ചില വീട്ടിൽ അച്ഛനും 3 ആൺപിള്ളേർ അല്ലെങ്കിൽ 2 ആൺപിള്ളേരൊക്കെ ആയിരിക്കും. പാവം ഈ ഇവന്മാരൊന്നും ചെയ്ത് കൊടുക്കൂലേ അമ്മമാർക്ക്. അപ്പോൾ അവർക്ക് ഈ ഉള്ളി പൊളിക്കാനും സവാള പൊളിക്കാനും ഇഞ്ചി അരിയാൻ അതരിയാൻ പിടിക്കാനൊക്കെ പെൺപിള്ളേരുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ടൊരു ഇഷ്ടമുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത മടിച്ചിക്കോതകളും ഉണ്ട് കേട്ടോ, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എളുപ്പ പണിയാണിത്. ഈ ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പണ്ടുണ്ടാക്കുന്ന പോലത്തെ ബീഫ് ഫ്രൈ ഉണ്ടാക്കില്ല. എളുപ്പമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിനൊരു എൻ്റെ കുക്കറിനൊരു 8-9 വിസിൽ പോയി കഴിയുമ്പോൾ ബീഫ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിന് ഒരു 8-9 വിസിലങ്ങ് പോട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 10-11 വിസിൽ പോയിട്ടുണ്ട്. ഞാനൊരു 9 എണ്ണം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അത്ര വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ച് ആവി പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു ചോട് കട്ടിയുള്ള ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണ. പിന്നെ ഒരുപാട് നെയ്യുള്ള ഇറച്ചി മേടിക്കരുത്. ഒരുപാട് നെയ്യ് ഈ പരിപാടിക്ക് പറ്റൂല. ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നൊരു സാധനമാണ്. അപ്പം നെയ്യ് ഒരുപാടില്ലാത്ത, ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നതിനകത്ത് ഒട്ടും നെയ്യില്ല. സാധാരണ ബീഫിന് നെയ്യ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. പക്ഷെ നെയ്യ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നെയ്യ് വേണ്ട നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും നെയ്യില്ലാത്ത ചില അമ്മമാർക്ക് ഇഷ്ടമല്ല നെയ്യില്ലാത്ത ഇറച്ചി കൊണ്ടുവരുമ്പോൾ. അപ്പോൾ എൻ്റെ അമ്മച്ചിക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇതാകുമ്പോൾ വലിയ പണിയില്ല, എളുപ്പം കാര്യം പരിപാടി നടക്കും. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒട്ടും അത്യാവശ്യമില്ലാത്ത ഒരു സാധനമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങ് ഇടുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കടുക് ഇട്ടില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് കടുക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ കടുക് ഉപയോഗിക്കേണ്ട ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ ഒരു സാധനം ഒഴിവായി കിട്ടും. ഞാൻ ഈ ടച്ചിങ്സിനൊക്കെയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഡിഷ് ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട്, ഇതും അതുപോലൊരു സാധനമാണ്. വീട്ടിൽ ഇച്ചിരി കഴിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡ്രൈ ഫ്രൈ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് കാര്യം ചേട്ടനോട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോക്കറ്റിൽ നിന്ന് ഡിഷ് 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 എന്ന് പറഞ്ഞെടുത്ത് കാശ് നോക്കൂല. അപ്പം തന്നെ എടുത്ത് എന്താണ്
പുരുഷന്മാരുടെ മനസ്സിലേക്ക് കടക്കാനുള്ള എളുപ്പവഴി വയറാന്നല്ലേ പറയുക. അപ്പോൾ ഇത് വെച്ച് നമുക്ക് വയറ്റിൽ കയറാം. അപ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില. ഇനി നമുക്ക് ആദ്യം ചുവന്നുള്ളി ഇടാം. ഇതിനകത്ത് നമ്മൾ സവാള ചേർക്കുന്നേ ഇല്ല, ചുവന്നുള്ളിയാണ്. അധികം ചുവന്നുള്ളിയുണ്ട്. ഞാൻ 2 കിലോ ബീഫ് മേടിച്ചിട്ട് ഒരു മുക്കാൽ കിലോ എടുത്തിട്ടില്ല, അത്രയും പോലും ചുവന്നുള്ളി അരിഞ്ഞാണ്, കണ്ടമുണ്ട അരിഞ്ഞിട്ടേക്കണം. അപ്പോൾ കണ്ടമുണ്ടം അരിഞ്ഞിട്ട ചുവന്നുള്ളി. ഒരു കാര്യം ഞാൻ മറന്നുപോയി, വറ്റൽമുളക് ഇതിൻ്റെ ഇടയ്ക്ക് ഇടേണ്ടതായിരുന്നു. അപ്പം ഞാൻ ആ വറ്റൽമുളക് ഇതാ ഉള്ളി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ ഇടുവാണേ. ഇനി അതവിടെ കിടന്നൊക്കെ മൂത്തോളും, അതൊക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് ഉള്ളി ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഒരുപാട് സമയമൊന്നും നിൽക്കണ്ട, ഉള്ളി വാടിയോന്നൊന്നും നോക്കണ്ട. അപ്പം തന്നെ ഇടിച്ച മുളകാണ് നമ്മളിതിന് എരിവിന് വേണ്ടി ചേർക്കുന്നത്. വേറെ ഒന്നും ചേർക്കണില്ല, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടാണ് ഇറച്ചി വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും ഇടുന്നില്ല. അപ്പോൾ ലേശമല്ല, ഒരു 3-4 സ്പൂൺ. എന്നിട്ട് നമുക്ക് എരിവ് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇടാം. ഓക്കെ, 2 കിലോ ഇറച്ചി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും. നമുക്ക് ലേശം ഉപ്പും കൂടി ഇടാം. ഇറച്ചിയുടെ ഉപ്പ് നോക്കിയിട്ട് വേണം, എനിക്ക് ഇറച്ചിക്ക് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ലേശം എണ്ണയും കൂടി ഒഴിക്കുക. ഞാൻ കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ചോളൂ. നമ്മുടെ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ബീഫ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണേ. അപ്പം ഇനി ഈ വെള്ളം ഒന്ന് പറ്റണം. പരിപാടി കഴിഞ്ഞു. ഇനി ഈ വെള്ളം നല്ലോണം പറ്റണം. വെള്ളം പറ്റി തോർന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇളക്കി നമ്മളതിനെ ഫ്രൈ ആക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇട്ടാ വെള്ളം പറ്റട്ടെ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടാണ്, നല്ലോണം വെള്ളം ഉണ്ടായതല്ലേ, അത് പറ്റി. ഇനി ഇതിങ്ങനെ ഈ വെള്ളവും കൂടി തോർന്ന് വരും. ഒട്ടും വെള്ളമില്ലാതെ. ഇതിപ്പോൾ ഒച്ചിരി വെള്ളമൊക്കെ ആയിട്ട് ഡ്രൈ ആയിട്ടില്ല ഇപ്പോഴും. ഇനി ഡ്രൈ ആയി കുറേ കൂടി പറ്റി ഉണങ്ങി വരും. അതുവരെ നമ്മൾ ഇതിനിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം നമുക്കൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. പല ഫുഡും ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും സെൻസിറ്റീവായിട്ട് ഇത്ര ടേസ്റ്റുള്ളൊരു മീറ്റ് എനിക്ക് തോന്നിയിട്ടുള്ള മട്ടൻ പോലും എനിക്ക് ഇതിന് താഴെയായിട്ടേ ടേസ്റ്റ് തോന്നിയിട്ടുള്ളൂ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീറ്റായിട്ടാണ് എനിക്ക് ബീഫിനെ തോന്നിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ പതുക്കെ മാറി വരുന്നുണ്ട്. കണ്ടോ, ഒരു പൊടി നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും. മഞ്ഞൾപ്പൊടിയും ഇടിച്ച മുളക് പൊടിയും അല്ലാതെ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ബീഫിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളറായത് കൊണ്ട് വെളുത്തൊന്നും ഇരിക്കില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ ഈ വേറെ മസാലകളൊന്നും ഇടാതെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നാറ് മീറ്റിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്, അതിൻ്റെ ആ കറക്റ്റ് നല്ല രസമുള്ള ആ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള കറികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഇത് കഴിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്, ഇതാണല്ലേ മീറ്റിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന്. നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു സാധനം ഉണ്ടാക്കിയായിരുന്നു, ചിക്കൻ മുളകിട്ടത് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അതിനകത്ത് നമ്മൾ ഉള്ളിയൊക്കെ ഇടിച്ചാണ് ഇട്ടത്. ഇതിനകത്ത് ഇടിച്ചിടരുത്, ഇതിനകത്ത് അരിഞ്ഞ് തന്നെ ഇടണം. ആയിട്ടില്ല, ഇനിയും ആവാനുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം, പലർക്കും ഈ നമ്മൾ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് മോഷൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പയൽസ് എന്നൊക്കെ പറയില്ലേ, ഫിഷർ, ഇതൊക്കെ എല്ലാവരും പറയും ഈ ചിക്കൻ കഴിച്ചിട്ടാണ് ബീഫ് കഴിച്ചിട്ടാണെന്ന് പറയാം. ആക്ച്വലി ചിക്കനും ബീഫും ഒന്നുമല്ല, നമ്മളിതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മസാലകളാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാക്സിമം മസാലകൾ അവോയ്ഡ് ചെയ്താൽ തന്നെ പകുതി ഇഷ്യൂസ് അങ്ങനെയുള്ളവരുടെ മാറും. എന്നോടൊരു ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ. നമുക്കിച്ചിരി ഈ ഒരു സമയത്ത് കുറച്ച്
കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. മറ്റേ കറിവേപ്പിലയൊക്കെ നല്ലോണം മുരിഞ്ഞ് അതിനകത്ത് അലിഞ്ഞങ്ങ് ചേർന്നു. ഇത് ഈ പാകം മുതലേ നമുക്ക് കഴിക്കാൻ കേട്ടോ. ഇനി അതിനകത്ത് ഇതിൻ്റെ പാകം എന്താണെന്നൊന്നുമില്ല. ഇത് ഇങ്ങനെ ഈ ഒരു ടൈമിൽ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. കുറച്ചും കൂടി കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രൈ ആയിട്ട് കഴിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ മുതലേ ഇത് ഓക്കെയാണ്. ഈ കറി നിങ്ങൾക്ക് ഭക്ഷിക്കാൻ യോഗ്യമായിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിയുമ്പോഴത്തേനും ഇത് നല്ലോണം മുരിഞ്ഞ് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ എടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ബീഫ് കറക്റ്റ് പാകമൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു കറിക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ പാകം കേട്ടോ. എനിക്ക് ഞാനിങ്ങനെ ഈ ഒരു പാകത്തിൽ ഇതിലും ഇനിയും ഫ്രൈ ആകും എനിക്ക്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു പാകത്തിൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിയൊക്കെ ഇപ്പം നല്ല ഇങ്ങനെ മിഴുമിഴാന്നിരിക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഇച്ചിരി ചോറിലൊക്കെ പുരട്ടി തിന്നുമ്പോൾ ഭയങ്കര സ്വാദാണ്. ഇത് ഇനിയും ഫ്രൈ ആകുമ്പോൾ ഉള്ളിയൊക്കെ കരിമുരാന്നാവും. അപ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഈ ഒരു ടെൻഡറിലാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പോവുകയാണേ. എനിക്ക് ഇത്രയും ഫ്രൈ ആയാൽ മതി. കണ്ടാ നല്ല കറുത്ത് കൊഴുകൊഴാന്നിരിക്കുന്നത് കണ്ടാ. കൊഴുകൊഴാന്നല്ല, ഫ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് അതൊക്കെ ഇങ്ങനെ നല്ല മെഴുക് പോലെ ഇരിക്കുന്നുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈസിയാണ് കേട്ടോ, ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായില്ല. ഉള്ളി പൊളിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നും വേണ്ട. ഉള്ളി, ഇച്ചിരി ഇടിച്ചുമുളകും വെളിച്ചെണ്ണയും വേപ്പിലയൊക്കെ എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവും. അതും വേണമെങ്കിൽ ഇച്ചിരി കടുകും കൂടി ഇട്ടാൽ ഒരു ബീഫ് ഫ്രൈ കിട്ടും. ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചില സാധനങ്ങളൊന്നും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല. ഇപ്പോൾ ഇതൊന്നും കടയിൽ പോയിട്ട് ഇങ്ങനത്തെ ബീഫ് ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ, ഈ ഉള്ളി ഇടിച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ ഒരു കടയിലും കിട്ടില്ല. അത് ഉറപ്പാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ മെനക്കെട്ടേ പറ്റുള്ളൂ. മെനക്കേടേ ഇല്ലാത്ത ഒരു മെനക്കെടൽ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഞാൻ എൻ്റെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവാണ്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബീഫ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സന്തോഷിനെയാണ്. സന്തോഷ് എല്ലാം ഞങ്ങളുടെയൊക്കെ എല്ലാമാണ്. വരുന്നു. വലിയ ഇൻട്രോ വേണ്ട. അല്ല, ഞാൻ ഇച്ചിരി ആർഭാടായിക്കോട്ടെ. ഞാൻ എല്ലാത്തിനും ഇച്ചിരി ഓവറാണല്ലോ. അതുകൊണ്ട് ഈ ഫുഡ് കഴിക്കാൻ വേറെ ആരെങ്കിലും വിളിച്ചോക്കും ഒരൊറ്റ എണ്ണം വരില്ല. എന്താ കാര്യം? ഞാൻ പറഞ്ഞു ഇവിടെ വരാണെങ്കിൽ അടിപൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണോ? സന്തോഷ് കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സന്തോഷിന് കേട്ടോ. അപ്പോൾ ഫോർമാലിറ്റീസിൽ വിശ്വസിക്കുന്നില്ല. ടേസ്റ്റ് ചെയ്യാനാ പറഞ്ഞ, വയറ് നിറയ്ക്കാനല്ല പറഞ്ഞത്. കൊള്ളാവോ? 2-3 പീസ് കഴിച്ചാൽ ഒരു വേണ്ട. പറയണ്ടേ? ഇത്രയും ഈ സാധനം ഒരു വൈകുന്നേരം 5 മണി 6 മണി സമയത്ത് നല്ലൊരു മഴ കുരാപ്പുള്ള സമയത്ത് നല്ല മുറിച്ച വെച്ച മരിച്ചിനിയും ഇതും കൂടെ നമ്മൾ ആറ്റിന്റെ കരയിലോ ഡാമിന്റെ കരയിലോ ഒക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സാധനം. ഇതൊന്നും ഇവിടെ ഇല്ല. തന്നേക്ക്. ഇതൊന്നും ഇല്ലാതെ നീ കഴിക്കില്ല. എന്റെ സ്ഥലം കള്ളിക്കാടാണ്. എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ കള്ളിക്കാട്ടിലെ സുഹൃത്തുക്കൾക്ക്, ഡാമിലുള്ള സുഹൃത്തുക്കൾക്ക് ഈ സാധനം ഒന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. സിമ്പിൾ സാധനമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ഇത് കൂട്ടി ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കും. വേഗം വൈൻഡപ്പ് പറഞ്ഞില്ലെങ്കിൽ മുതൽ ഇതെല്ലാം തീർക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഇതേപോലെ മനോഹരമായ ഡിഷുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ബൈ.